അതെ, നിങ്ങൾ ഉറങ്ങിയ? ഇല്ല. എന്താ കാര്യം? നമ്മുടെ അച്ചുമോൾക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഒരു കല്യാണാലോചനയൊക്കെ പറയുമ്പോൾ നിനക്കറിയാലോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? എന്നും നമുക്ക് അച്ചുവിനെ കൂടെ നിർത്താൻ പറ്റുമോ? ചെക്കനാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ ചെക്കനാണെന്ന് ബ്രോക്കർ പറഞ്ഞത്. ചെക്കൻ മോളെ കണ്ടിട്ടുമുണ്ട്. അപ്പം മോളെ ഇഷ്ടമായ സ്ഥിതിക്ക് ഒരു 6 ലക്ഷമെങ്കിലും സ്ത്രീധനം കൊടുക്കേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് ഈ വീടും പറമ്പും വിൽക്കാം. വീട് വിൽക്കുക? അപ്പം നമ്മളെങ്ങോട്ട് പോവും? നമുക്ക് ആ പോടടുത്ത 2 സെൻറ്റ് സ്ഥലമില്ലേ, അവിടെ ഒരു ഷെഡ് കെട്ടിയാലും നമുക്ക് താമസിക്കാമല്ല. വീടും പറമ്പും വിറ്റാലും ബാങ്കിലെ കടവും കണ്ടിട്ട് ബാക്കി ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി ചിലവിനുള്ള പൈസക്ക് എന്ത് ചെയ്യും? നമുക്ക് ആ പോടടുത്ത സ്ഥലം ബാങ്കിൽ വെക്കുകയും ചെയ്യാം. കല്യാണ ചിലവിന് വേണമെങ്കിൽ ബ്ലൈഡ് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാം. അവറാച്ചനോടോ? നിങ്ങൾക്ക് അവറാൻ്റെ സ്വഭാവം അറിയില്ലേ വേലായുധേട്ടാ? നീ എന്തിനാടി പേടിക്കണത്? നമ്മുടെ വാഴയൊക്കെ വിളവെടുക്കാറായില്ലേ? ആ പൈസ കൊണ്ട് നമുക്ക് അവറാൻ്റെ കടമൊക്കെ വീട്ടാമല്ല. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങും, എല്ലാം ശരിയാവും. ഹലോ അമ്മ, ഞാനാണ് അച്ചു. മോനെ അച്ചുട്ടേ, എന്താ വിശേഷം? സുഖല്ലേടാ? ദീപ് എന്തെടുക്കണ? ഇവിടെ സുഖം വരുന്നത്, ഞങ്ങൾ ചോറിനോടിരിക്കുന്നു. അമ്മേ, ആ ഓ ശരി. ആ അച്ഛനെന്താ അമ്മേ? അച്ഛനിവിടെ ഉണ്ട്, ചോറ് തന്നെയാണ്. ആ അച്ഛനൊന്നും കൊടുത്തേ. അച്ഛനിവിടെ ഉണ്ടടാ, കൊടുക്കട്ടെ അച്ഛൻ്റെ കയ്യില്. അച്ഛൻ കൈ നീട്ടുമ്പോ തട്ടിപ്പിടിക്കണം, കൊടുക്കാണട്ടാ. ആ ഹലോ. ആ അച്ഛൻ പറ. ആ സുഖമല്ലേ നോക്കുക? മോനെന്തേ? എന്നാ വന്നേങ്ങാട് മോനിനി? ആ ഞങ്ങൾ വരാം. ഓക്കെ, ഞങ്ങൾ വരാം. ശരി അച്ഛാ.
അമ്മക്കൊന്നും എടുത്തേച്ചാ. ആ അമ്മക്ക് കൊടുക്കാം കേട്ടോ. മോളെ അമ്മേ പിന്നെ മക്കളെ അമ്മ പറഞ്ഞിട്ടൊന്നും മറക്കരുത് കേട്ടാ. അവിടെ പോയി എല്ലാവരും നന്നായിട്ട് നോക്കണം. നീ അമ്മ അച്ഛനെ എങ്ങനെയാ നോക്കണേ അതേപോലെ നോക്കണം കേട്ടാ. ദീപുവിന് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും എൻ്റെ മോള് ചെയ്യരുത്. നല്ല കുട്ടിയായിട്ട് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കണം. ഓ ശരി അമ്മ. അമ്മ ഞാൻ പിന്നെ വിളിക്കാട്ടോ. ദീപിച്ചേട്ടൻ ഇറങ്ങാൻ പോകണം. ഓക്കെ ഓക്കെ. അമ്മയും ഞാൻ പോയി. നിനക്കെന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഇല്ല. പ്രസിഡന്റ് വരുന്നുണ്ട്. നമ്മുടെ വീടിന്റെ കാര്യം നമ്മൾ ചോദിച്ചു നോക്കിയേ. സാറേ എത്ര നാളായി സാറേ ഞങ്ങൾ ഷെഡിൽ കഴിയണം. എങ്ങനെയെങ്കിലും ഒരു ലോൺ ഞങ്ങൾക്ക് പാസ്സാക്കിത്താ സാറേ. എടാ CRS കിടക്കുന്ന സ്ഥലമാണ്. നിന്നോട് ആര് പറഞ്ഞ പുഴ ഇരുപത്തി കൊണ്ട് സ്ഥലം മേടിക്കാനായിട്ട്? സാറേ ആകെ 2 സെന്റ് സ്ഥലമുള്ളൂ സാറേ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പാവങ്ങൾ എന്ത് ചെയ്യും സാറേ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ ഇവിടെ. പഞ്ചായത്തിൽ നടക്കുന്ന കാര്യമല്ലത്. എങ്ങനെയെങ്കിലും സാറൊന്ന് നോക്ക് സാറേ. ഇതേ കട്ടനങ്ങ എടുത്തേ. കട്ടനങ്ങ എടുത്തേ. മഴയാണ് നനട്ടാ. അത് നനഞ്ഞു മാറില്ലല്ലോ. വാഴകളുടെ കാര്യമൊക്കെ എനിക്ക് പേടി. എല്ലാം പാടുവിട്ട് വന്ന സമയമുള്ളൂ. അച്ഛനോട് വിളിച്ച ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്കും. ചേട്ടാ ഞാനാണ് സാബു. അബു എന്താ മോനെ? പൊടിയുടെ ചേരു മോനെ. നീലേ ആ തോർത്തിങ് എടുത്തേ. മനുഷ്യനോട് പൊടി കയറിയിട്ടേ. സാബു എന്താടാ മോനെ? ഇതേ ആ തോർത്തി കൊണ്ടുവന്നേ. സാബു സാബു എല്ലായിതോട്ടെ നമ്മുടെ വാഴൊക്കെ വെള്ളം കയറി പോയി. ദൈവമേ വെള്ളം കയറിക്കൊണ്ടിരിക്കാനാട്ടോ. നമുക്ക് ഇവിടുന്ന് പോവാം. ഇത് എന്നാണ് പോകാനാണിതപ്പം? പഞ്ചായത്തുകാർ ഇവിടുന്ന് പോകാൻ പറഞ്ഞിരിക്കണതല്ല. ഞാൻ വെള്ളം കൊണ്ടാണ് വന്നേക്കാം. എടുക്കാനുള്ളൊക്കെ എടുക്കാം. അപ്പൊ പോകാം.
എന്റെ ദൈവമേ, എല്ലാം പോയല്ല. ഞാൻ ആരോടൊക്കെ സമാധാനം പറയും? ഓണമൊക്കെ പോട്ടെ ഏട്ടാ, നമുക്ക് ഇവിടെ ദൈവം പിടിച്ചാ കിട്ടാതെ ഓണം കയറുന്നു. ചേച്ചി വേറെ ആയിക്കോട്ടാ. അവിടെ നിങ്ങൾ വിളിച്ചേ. എന്താടാ, നീ എന്നെ അറിയോ? ചേട്ടാ മറന്നിട്ടൊന്നുമല്ല പറയാ ചേട്ടാ. ചേട്ടൻ അറിയാല, ആ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ കൃഷി എല്ലാം നശിച്ചില്ല ചേട്ടാ. എല്ലാ വാഴയും പോയി ചേട്ടൻ അറിയാലോ ചേട്ടാ. നിന്റെ വാഴയുടെ തേങ്ങയുടെ കണക്കെടുക്കാൻ വന്നതല്ല ഞാൻ. നിന്റെ മോക്കടെ കല്യാണക്കാരി വേണമെന്ന് പറഞ്ഞു കരഞ്ഞു വിഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഞാൻ ആ പൈസ തന്നത്. ചേട്ടാ കുറച്ച് വാങ്ങാൻ പറ്റും ചേട്ടാ. അതൊന്ന് വിളവെടുത്തിട്ട് എത്ര ചേട്ടൻ്റെ പൈസ എന്ന് അറിയാം. ഇതാ ഒരു മാസം കൂടി നോക്കിയാൽ തരില്ല. അതിനുള്ളിൽ നീ എന്റെ പലിശ മുതൽ തന്നില്ലെങ്കിൽ വാങ്ങിയറി. കേരളം സമ്പൂർണ്ണമായ അടച്ചിടലിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി ലോക്ക്ഡൌൺ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഈ മാസം 31 വരെയാണ് സംസ്ഥാനം അടച്ചിടുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി പൊതുഗതാഗതം നിർത്തും, അതിർത്തികൾ അടയ്ക്കും, കർശന പരിശോധനയോടെ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും, റെസ്റ്റോറന്റുകൾ അടച്ചിടും. എന്നാൽ കുടിവെള്ളം അടക്കമുള്ള അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ സംസ്ഥാന അതിർത്തികളെല്ലാം അടച്ചിടും. വെള്ളപ്പൊക്കം വന്നു മനുഷ്യന്റെ ബിസിനസ് പച്ചപിടിച്ച് വന്നതാണ്. അപ്പൊ അടുത്ത പണ്ടാറം വന്നിരിക്കും. KSRTCയോ സ്വകാര്യ ബസ്സോ എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. പെട്രോൾ പമ്പ്, LPG ഇവയൊക്കെ പ്രവർത്തിക്കും. എല്ലാ ആശുപത്രികളും പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. ഹലോ അമ്മ, ഞാൻ അച്ചു. ആ മോനെ, ഇവിടെ കുഴപ്പമൊന്നുമില്ലടാ. എന്താ അമ്മ അമ്മയുടെ ശബ്ദം വല്ലാണ്ടിരിക്കണേ? ഒരു കുഴപ്പമില്ല മക്കളെ. അച്ഛനെന്താ അമ്മ? അച്ഛനിവിടെ ഉണ്ട്. അച്ഛന് പണിയുണ്ട്, ഇടയ്ക്കൊക്കെ പോവാറുണ്ട് പണിക്ക്. ഇവിടെ ഒരു കുഴപ്പമില്ല, മോൻ വിഷമിക്കരുത് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും സുഖമാണ്, മക്കള് സന്തോഷമായിട്ടിരിക്കും.
അമ്മ അരി സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ഹലോ അമ്മേ. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇഷ്ടം പോലെ അടുത്തുള്ളവരൊക്കെ കൊണ്ട് തന്നേക്കണം. ഒരു കുഴപ്പമില്ല മക്കളെ. ആ ഞാൻ ഏട്ടനും കൂടെ വരാട്ടാ. വേണ്ട മോനെ, ഇവിടെ ഉണ്ടടാ. വെറുതെ വരണ്ട ദീപുവിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഇവിടെ ഉണ്ട് മക്കളെ. ആമ്മ ആമ്മ ശരി, വിഷമിക്കല്ലേ. ഞാൻ ഏട്ടനും കൂടെ വരാമ്മ. ആ ശരി മോനെ, അമ്മ പിന്നെ വിളിക്കാം. ആടാ, ആ ബിസിനസ് നമുക്ക് കിട്ടണ്ടേ? നമുക്ക് എന്ത് ചെയ്യാൻ? ഈ കൊറോണ സീൻ കാരണമല്ലേ? ആ ഞാൻ വിളിക്കാടാ. എന്താണ്? ഏട്ടാ നമുക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിന്? അരി സാധനമൊക്കെ അമ്മക്ക് മേടിച്ചോണ്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ. കൊട്ടക്കണക്കിന് സാധനം വാങ്ങിച്ചുകൊണ്ട് കയറി ചെല്ലാൻ പറ്റിയ ബംഗ്ലാവല്ല നിന്റെ തന്തോടെ പണിത് വെച്ചേക്കണത്. ഇനി മേലാക്കി മതി വർത്താനം പറഞ്ഞിട്ട് നിന്നെ പണിട്ടുണ്ടെങ്കിൽ മനസ്സിലായ പറഞ്ഞത്? മനസ്സിലായാന്ന് തന്തട വീട്ടിൽ പോകുന്നു. ഇതല്ലേ വേലാൻ്റെ? ഇവിടെ ആരുമില്ലേ? ഈ വേലായത് നിങ്ങളല്ലേ? അതെ സാറേ. നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു? അതെ സാറേ. എന്നാൽ അതിൻ്റെ കാലാവധി ഇപ്പോൾ തീർന്നു സാറേ. വെള്ളപ്പൊക്കം കൊറോണയൊക്കെ ആയതുകൊണ്ട് സാറേ ലോൺ അടക്കാഞ്ഞത്. ഇടോ, വെള്ളപ്പൊക്കത്തിനും കൊറോണക്കൊക്കെ നമ്മൾ മോട്ടോറിയം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാലാവധി ഇപ്പോൾ തീർന്നേക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ലോൺ അടച്ച് അത് റിലീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ജപ്തി നടപടി സ്വീകരിക്കാനായിട്ടാണ് ഉത്തരവിട്ടേക്കുന്നത്. ഒരു അവധിയും കൂടി ഞങ്ങൾക്ക് തന്നൂടെ സാറേ? 28-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ചേട്ടൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി വേണ്ട രീതിയിൽ ആലോചിച്ച് ലോൺ ക്ലോസ് ചെയ്യാൻ നോക്കും. ശരിയാ? വിലയേട്ടാ, വിലയേട്ടാ എന്താണ്? എന്ത് പറ്റി? നന്നായിട്ട് പനിക്കണുണ്ടല്ലോ. നല്ല വിറയിലും ചുമയും. നമുക്ക് ആശുപത്രിയിൽ പോവാം. എഴുന്നേറ്റ് നമുക്ക് ആശുപത്രിയിൽ പോവാം. ശരി. നല്ല ചൂടുണ്ട്, തീ പോലെ പൊള്ളണം. നല്ല ചുമ. വിലയേട്ടാ നമുക്ക് ആശുപത്രിയിൽ പോവാം. അടുത്ത പനി വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല. നമുക്ക് പോകാം. പറമ്പിൽ നല്ല പനിയായിരുന്നില്ലേടി? നടുവം മറക്കാൻ പറ്റണ്ടടി. ആശുപത്രിയിൽ പോവാൻ വിലയേട്ടാ. തലയാണെങ്കിൽ പൊളിഞ്ഞിട്ട് വയ്യ. നീ മിക്സ് ഒന്നും എടുത്തേ.
നീ ആരെയാണ് വിളിക്കുന്നത്? ഞാൻ അച്ചുമോളെ ഒന്ന് വിളിക്കട്ടെ. ഹലോ അമ്മ, എന്താണമ്മ? മോളെ അച്ചു, അമ്മയാ മോളെ വിളിക്കണേ. അച്ഛന് തീരെ പാടില്ലാടി. പറയും നീ ദീപുമോനോടൊന്ന് പറഞ്ഞു അവനെ ഒന്ന് വിളിച്ച് വണ്ടിയും കൊണ്ടൊന്ന് വേഗം വരാൻ പറ, ആശുപത്രി പോവാനോ. അച്ഛന് തീരെ പാടില്ല. പനിയാ? ആ ആ ആ ആ ഏട്ടാ 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 ഒന്ന് എണീറ്റേ. എന്താണ് അച്ഛന് വയ്യാന്ന് പറഞ്ഞ അമ്മ വിളിച്ചിട്ടുണ്ടായേട്ടാ. എന്ത് വയ്യടൊക്കെ ഉള്ളത്? അച്ഛന് പനിയാണെന്ന് പറയാം, നമുക്കൊന്ന് പോയിട്ട് വരാം. പനിയാ? ആ വില കുറവായിരിക്കുള്ളൂ. ഏട്ടന് വണ്ടി ഉള്ളോണ്ടല്ലേ ഏട്ടൊന്ന് വാ. എനിക്ക് പറ്റൊന്നുമില്ല, അവിടെ ആരെങ്കിലും വിളിച്ചോണ്ട് പോകാൻ പറ. എന്താണ് ഏട്ട ഇങ്ങനെ പറയണു? ഇന്ന് തന്നിടക്ക് പോയിട്ട് എനിക്കിവിടെ കൊറോണ പിടിക്കാനായിട്ടല്ലേ? എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേറൊരു കാര്യം, നാളെ മുമ്പ് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങാട് പോയിട്ട് അവിടുത്തെ കൊറോണ കൊണ്ട് ഇങ്ങോട്ട് വരാനാണ് നിന്റെ പരിപാടി. എന്റെ കുടുംബത്തിന് ഞാൻ കേട്ടില്ല നിന്നെ, മനസ്സിലായില്ല? പോയ വഴി പൊക്കോളണം. എങ്ങോട്ടാന്ന് വെച്ചാ അവിടെ തന്തൊക്കെ പനിയാണത്ര. വേറെ തോന്നും നോക്കടി. സ്വഭാവം അറിയാമല്ലോ. വിക്സ് തേച്ച് നമുക്ക് കിടക്കാം. എന്താണ് ഇതിന് മണമൊന്നുമില്ലേ? ഉണ്ടല്ലോ, നല്ല മണമുണ്ടല്ലോ. എന്താണ് എന്താണ് വില ഇതേട്ടാ? എനിക്ക് കൊറോണയാണ്. എനിക്ക് കൊറോണയോ? നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. നീ അപ്പുറത്തോട്ട് പോയി, ഒന്നുമല്ല. അപ്പുറത്തോട്ട് പോ. എന്താണ് വില ഇതേട്ടാ ഇങ്ങനെ പറയാം? ഞാൻ പറയണേക്ക്, നമുക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും വന്നാൽ ശരിയാവില്ല. നീ അപ്പുറത്തോട്ട് പോ. നീ എഴുന്നേക്ക്, നീ എഴുന്നേക്ക്. നീ അപ്പുറത്ത് പുറകോട്ട് വെക്കൂ. എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷമാണ് എന്റെ ദൈവമേ. രാവിലെ ഞാൻ ആരോടൊക്കെ സമാധാനം പറയണം? कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमान्निकम् शार्दूला कर्तव्यं दैवमान्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलम्
ഏതായിട്ടാ ആളിവിടെ പോയി എന്റെ പേര്